പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിൽ നമ്മൾ 22 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചു, മനസ്സിലാക്കി, അല്ലെങ്കിൽ വിവരണങ്ങളൊക്കെ പറഞ്ഞു. ഇനി യേശുവിൻ്റെ വംശാവലിയാണ് ഇനി 23 മുതൽ 38 വരെയുള്ള ഭാഗങ്ങൾ, അതായത് 23-ാം അധ്യായം ബാക്കിയുള്ള ഭാഗം മുഴുവനും. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്, ഈ വംശാവലിയിലും കണ്ടത്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം യേശു ദൈവപുത്രൻ തന്നെയാണ്, ദൈവം തന്നെയായ ദൈവപുത്രനാണ് എന്നാണ്. പിതാവിൻ്റെ കൂടെ ആയിരുന്ന ദൈവപുത്രൻ തന്നെയായിരുന്നു എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് വിശുദ്ധ ലൂക്കായി സുവിശേഷത്തിലൂടെ ഉടനീളം നമ്മൾ കാണാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, അശരീരി ഉണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവും പരിശുദ്ധാത്മാവും പുത്രൻ്റെ മേൽ പറയുന്നു. അപ്പോൾ വിശുദ്ധ ത്രിത്വം തന്നെ അവിടെ ഉറപ്പിക്കുകയാണ്, യേശുവും അവിടെ ഉറപ്പിക്കുകയാണ്, ഞാൻ ദൈവപുത്രനാണ്, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് തന്നെ വന്നവനാണ് എന്ന് ഉറപ്പിക്കുകയാണ്. അവിടെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി യേശുവിനെ ആ ജ്ഞാനസ്നാനം ഈ അശരീരിയുമായിട്ട് അഭിഷേകം ചെയ്ത് യേശുവിനെ അതിനെ ജനങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ജനാവലികളുടെ മധ്യത്തിലായിരുന്നു ഇത് നടന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ലൂക്ക ദൈവപുത്രനായ യേശുവാണ് എന്ന് പറയുന്നത് പലയിടത്തും നമ്മൾ ഈ സുവിശേഷത്തിൽ പലതും കാണുന്നുണ്ട്. ഇത് ലൂക്കായുടെ സുവിശേഷം തന്നെ 6-ാം അധ്യായം 12-ാമത്തെ വാക്യങ്ങളിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മലയിലേക്ക് പോയി കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഭാഗമാണ് കാണിക്കുന്നത്. 9 അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിലും അതുപോലെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം കാണാം നമുക്ക്. അപ്പോൾ അതിലും പറയുന്നുണ്ട്, പത്രോസ് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. അപ്പോൾ ദൈവപുത്രനാണ് എന്ന് ഉറപ്പിച്ച് വീണ്ടും അത് ലൂക്ക എല്ലാ അവസരത്തിലും പറയുന്നുണ്ട്. ഒരു സംശയവും ജനങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ 22-ാം അധ്യായത്തിൽ 32-ാം വാക്യത്തിലും അന്ത്യത്താഴ സമയത്തും പത്രോസിന് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു, അവനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. അതുപോലെ 22-ാം അധ്യായത്തിൽ തന്നെ 41 ഗെത്സമേനിയിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, പിതാവേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് പുത്രൻ പിതാവിനെ സ്വന്തം പഴയ അപ്പച്ചനെ വിളിക്കുന്നത് പോലെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. 23-ാം അധ്യായത്തിലും 46-ാം വാക്യത്തിലും കുരിശിൽ കിടന്നുകൊണ്ടും കർത്താവ് പറയുന്നത്, പിതാവേ എൻ്റെ ആത്മാവിനെ അവിടുത്തെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് പിതാവേ എന്ന് വിളിക്കുന്നത്. അത് പുത്രനാണ് പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് യേശു ഇപ്പോൾ ജോസഫിൻ്റെ പുത്രൻ എന്ന് ധരിക്കപ്പെട്ടിരുന്നു, ജനങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നാണ് ലൂക്ക പറയുന്നത്. പക്ഷേ അത് അവിടുന്ന് ദൈവപുത്രനാണ്, ജോസഫിൻ്റെ പുത്രനല്ല. മറിയത്തിൽ ദൈവാത്മാവ് തന്നെ രൂപപ്പെടുത്തിയതാണ് യേശുവിനെ
മനുഷ്യരൂപത്തിൽ മനുഷ്യരോടുകൂടെ ആയിരുന്ന രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടി. അത് രക്ഷാകര പദ്ധതി ഞാൻ പറഞ്ഞു, അത് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ അവർ പാപം ചെയ്തപ്പോൾ അവിടെ നിന്ന് വാഗ്ദാനം ചെയ്തതാണ് ദൈവം. അപ്പോൾ അത് നടപ്പിലാക്കിയതാണ്. ആ രക്ഷാകര പദ്ധതിയുടെ ഭാഗങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ എൻ്റെ പ്രിയപുത്രൻ എന്ന് വിശുദ്ധ ത്രിത്വം അവിടെ ഉറപ്പിച്ച് കഴിഞ്ഞു. യേശുവിൻ്റെ വംശാവലി നമ്മൾ പറയുമ്പോഴും ഇത് തന്നെയാണ്. കർത്താവ് ഇവിടെ യേശു ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്. മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്, സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗം സൃഷ്ടിക്കും മുൻപേ ആണ്, അന്ന് മുതലേ ആദ്യം മുതലേ ഉണ്ട്. അതിന് ചരിത്രം, അതിന് നമുക്ക് കാലഘടനയൊന്നും പറയാൻ പറ്റത്തില്ല അതിനുള്ള എന്നാണ് പറയുന്നത്. അപ്പോഴവിടെ നമ്മൾ ഇത് പറയുമ്പോൾ യേശുവിൻ്റെ വംശാവലി പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ 23-ാം വാക്യം, യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു, അങ്ങനെ ധരിച്ചിരുന്നു ജനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു എന്നാണ്. അപ്പോൾ ലൂക്ക കണക്കാക്കുമ്പോൾ അന്നത്തെ ഏകദേശം 30, പക്ഷേ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ അതിലും കൂടുതൽ വരുമെന്നാണ് നമ്മൾ കാലഗണന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കണക്കാക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഈ 30 വയസ്സ് എന്നുള്ളത് യേശുവിന് അങ്ങനെയെന്നുള്ള ഒരു വിചാരം, ഒരു ചിന്ത ജനങ്ങളുടെ ഇടയിൽ ആ വിശ്വാസം വന്നത്, സഭയിൽ ആ ഒരു വിശ്വാസം രൂഢമൂലമായത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. 6-ാം നൂറ്റാണ്ട് വരെ ഗ്രിഗോറിയൻ കലണ്ടറായിരുന്നു ലോകമെങ്ങും, അന്നത്തെ ലോകത്തിൽ റോമൻ സാമ്രാജ്യം മുഴുവനും ഉപയോഗിച്ചിരുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ ആയിരുന്നു. അപ്പോൾ അതിലെ മറ്റ് രാജ്യങ്ങൾ, മറ്റ് പലയിടങ്ങളിൽ റോമൻ സാമ്രാജ്യത്തിന് വെളിയിലുമൊക്കെ പല ആരാധനാക്രമങ്ങളൊക്കെ പല വേറെ അതേത് സമയങ്ങളും തീയതികളും അല്ലായിരുന്നു, ദിവസങ്ങളും അല്ലായിരുന്നു. അപ്പോൾ അതിനൊരു ഏക രൂപം വരുത്തണമെന്ന് അന്നത്തെ ദമാസസ് മാർപ്പാപ്പ ഡൈനീഷ്യസ് എക്സ്ക്യൂസ് എന്ന ഒരു സന്യാസിയെ ഏൽപ്പിച്ചു. അതിനു വേണ്ടി നമ്മുടെ കലണ്ടറിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി ഒരു ഏകീകൃത കലണ്ടർ ലോകമെമ്പാടും എത്തിക്കുന്നതിന്, അതിലേക്ക് ക്രൈസ്തവ വിശ്വാസം ഉള്ളിടത്തെല്ലാം എല്ലാ ലോകം മുഴുവനും അത് നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിക്കാൻ. അപ്പോൾ അദ്ദേഹം ആണ് ഇപ്പോഴത്തെ രീതിയിൽ നമ്മുടെ ക്രമ കലണ്ടറുകളൊക്കെ ഗ്രിഗോറിയൻ കലണ്ടറിൽ നിന്നും വ്യത്യാസപ്പെടുത്തി കലണ്ടർ രൂപീകരിച്ചത്. അപ്പോൾ അതിൽ ലൂക്കായുടെ സുവിശേഷം ഈ ഭാഗമായിരുന്നു, വംശാവലിയുടെ ഈ ഭാഗം, ഈ 3-ാം അധ്യായം ആയിരുന്നു അവിടുന്ന് ഈ സന്യാസി എക്സ്ക്യൂസ് എന്ന സന്യാസി എടുത്തത്, ഡൈനീഷ്യസ് എക്സ്ക്യൂസ്. ആ സന്യാസി പക്ഷേ ഇത് ലൂക്കായുടെ ഈ ഭാഗം എടുത്തപ്പോൾ ഏകദേശം 30 വയസ്സെന്നുള്ളത് അദ്ദേഹം വിട്ടുപോയി. അദ്ദേഹം 30 വയസ്സ് എന്ന് കണക്കാക്കി. അപ്പോൾ 30 വയസ്സ് വരണമെങ്കിൽ പരസ്യ ജീവിതത്തിന് വരുമ്പോൾ അതിൻ്റെ ജനനം അപ്പോൾ 1 AD 1 എന്ന് കാണിക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പോൾ അവിടെ 0, കർത്താവ് അതിന് മുൻപുള്ള 0, കർത്താവ് വരുമ്പോൾ 0 ആണ്. BC കഴിഞ്ഞു, 1 കഴിഞ്ഞു, അത് 0. അപ്പോൾ അവിടുന്ന് തുടങ്ങണം എന്നുള്ള കാലഗണന പുള്ളി കണക്കാക്കി. ഏകദേശം എന്നുള്ളത് ആ വാക്ക് ശ്രദ്ധിച്ചില്ലെന്നാണ് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ അങ്ങനെ വരത്തില്ല. അപ്പോൾ കാരണം ഹെറോദസ് ദി ഗ്രേറ്റിൻ്റെ മരണവും അതിന് മുൻപുള്ള ശിശുക്കളെ കൊല്ലുന്നതും അതൊക്കെ കണക്കാക്കുമ്പോൾ യേശുവിൻ്റെ ജനനം അതിന് മുൻപാണ്. അപ്പോൾ അത് നോക്കിയില്ല. അവിടെയാണ് ലൂക്കായും അതിൽ
കണിശമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അറിവിൽ, അദ്ദേഹത്തിന് കിട്ടിയ അറിവുകളിൽ വെച്ച് അദ്ദേഹം നോക്കിയത് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ യേശുവിനെ ആ ലോക സംഭവങ്ങളെല്ലാം മധ്യത്തിൽ കാലഗണനയുടെ കാലഘട്ടങ്ങളുടെ മധ്യ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റി. അപ്പോൾ ലൂക്കായിൽ നിന്ന് ഈ കാലഗണനയെ അദ്ദേഹം രൂപപ്പെടുത്തി. അപ്പോൾ ആ 30 വയസ്സ് പ്രായപൂർത്തി ആകുമ്പോൾ അതുകൊണ്ട് ലൂക്കായി ഉദ്ദേശിച്ചിരുന്നത് ഇതാണ്. 30 വയസ്സ് പ്രായപൂർത്തിയാകുമ്പോഴാണ് അന്ന് സെമിറ്റിക് വേൾഡിൽ, യഹൂദർ മാത്രമല്ല, അവിടെ സെമിറ്റിക് വേൾഡിൽ എല്ലാം മൊത്തത്തിൽ തന്നെ 30 വയസ്സ് പ്രായപൂർത്തിയാകുമ്പോൾ അവൻ നല്ല ഉത്തമ ഒരു പുരുഷനായി, ആ ഉത്തമ പുരുഷൻ്റെ എല്ലാ അറിവുകളും ജ്ഞാനവും അതിനുള്ള തൻ്റെ ഇടവും ആർജവും ഒക്കെ അവനുണ്ടായിരിക്കും ഒരു ചെറുപ്പക്കാരന്. അപ്പോൾ അത് കണക്കാക്കി വെച്ച് അങ്ങനെയാണ് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ അന്നത്തെ ഒരു ധാരണ പൊതുവെ സമൂഹത്തിൻ്റെ. അപ്പോൾ അത് വെച്ചാണ് ലൂക്ക ഈ 30 വയസ്സ് ഏകദേശം ഒന്ന് കണക്ക് കൂട്ടി ഒക്കെ അദ്ദേഹം എടുത്തത്. അപ്പോൾ അപ്പോൾ യേശുവിനും അതുപോലുള്ള ഒരു കാര്യമാണ്. ഉത്തരവാദിത്വ ബോധവും തൻ്റെ ഇടവും സാമർഥ്യവും എല്ലാ അറിവുകളും ജ്ഞാനവും എല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വംശാവലിയിൽ 77 പേരുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ 77 പേരുകളാണ്. അതിൽ യേശുവാണ് കേന്ദ്രീകൃതമാകുന്നതെന്ന് ലൂക്ക കാണിക്കുന്നുണ്ട്. അവസാനം വന്ന് യേശുവാണ്. അപ്പോൾ നമ്മൾ അത് വായിക്കുമ്പോൾ കൈനാൻ ഏനോസിൻ്റെയും 38-ാം വാക്യം, ഏനോസ് സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു, ആദാം ദൈവത്തിൻ്റേത് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് അവിടെ യേശുവിൻ്റെ വംശാവലി ജോസഫിൽ നിന്ന് ആരംഭിച്ച് മത്തായി പറയുന്നത് പോലെ ദാവീദിൽ നിന്ന് നിർത്തുകയല്ല ഇവിടെ ചെയ്യുന്നത്. ദാവീദിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, അതിനുമൊക്കെ പിന്നെയും പുറകോട്ട് വന്ന് അവിടെ ആദത്തിൽ വരെ എത്തി. ദൈവത്തിൻ്റെ സൃഷ്ടി, ആദിമ മനുഷ്യൻ, ലോകത്തിലെ ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ ആദാം. അപ്പോൾ അത് അവിടുന്നും തിരിഞ്ഞ് പിന്നെയും പോകുന്നത് നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് ദൈവം സ്വർഗം വരെയാണ്, ആ സൃഷ്ടി വരെയാണ്. നമ്മൾ അത് ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ സാദൃശ്യത്തിലും ഛായയിലും നമ്മൾക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്നാണ് പറയുക. അപ്പം നമ്മളെന്ന് പറയുമ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ ആരംഭത്തിൽ ഞാനത് പറഞ്ഞതാണ്. അത് നമ്മളെന്ന് പറയുമ്പോൾ വിശുദ്ധ ത്രിത്വം മുഴുവനായിട്ട് അവിടെയുണ്ട്. അല്ല, പിതാവായ ദൈവം മാത്രമല്ല, പരിശുദ്ധാത്മാവുമുണ്ട്, പുത്രൻ തമ്പുരാനുമുണ്ട്. അപ്പോൾ അവിടം വരെ അങ്ങ് നമുക്ക് കാലഗണന കണക്കാക്കാൻ പറ്റാത്ത വിധത്തിൽ അന്ന് മുതലേ ഉണ്ട്. സർവ്വപ്രപഞ്ചങ്ങളുടെയും സകലത്തിൻ്റെയും സൃഷ്ടികൾക്ക് മുൻപ് തന്നെ യേശു ഉണ്ടായിരുന്നു. യേശു ഈ ലോകത്തിൽ നിന്ന് വന്നതല്ല, സ്വർഗത്തിൽ നിന്ന് തന്നെ, ദൈവത്തിൽ നിന്ന് തന്നെ വന്ന പുത്രൻ തമ്പുരാനാണ് എന്ന് ഇവിടെ ലൂക്ക വളരെ സമർത്ഥമായിട്ട് സമർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ യേശുവിൻ്റെ ആ പ്രവാചക ദൗത്യവും കൂടെ ഇവിടെ കാണിക്കും. പ്രവാചക ആ പരമ്പര, അപ്പം അത് ഏത് വിധത്തിലാണ് അദ്ദേഹത്തെ യേശുവിനെ ഒക്കെ പഠിപ്പിക്കാനും പറയാനും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഉണ്ടാകാനും ഒക്കെ സാധിക്കുന്നത് എന്നും കൂടി അതും കൂടെ ലൂക്ക ഇവിടെ വളരെ സമർത്ഥമായിട്ട് വിശദീകരിക്കുകയാണ്. കാരണം ഈ വംശാവലിയിൽ കൂടി ഇവിടെ പറയുമ്പോൾ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഏലിയാക്കിം മെലയായുടെയും, മെന്നായുടെയും, മത്താത്തായുടെയും, മത്താത്ത നാഥാൻ്റെയും, നാഥാൻ ദാവീദിൻ്റെയും പുത്രൻ. നാഥാൻ പ്രവാചകനാണ്, ദാവീദ് പ്രവാചകനാണ്.
അപ്പോൾ ആ പ്രവാചക പരമ്പരയാണ്, അതിൽ ഉൾപ്പെട്ടതും കൂടെയാണ് യേശുവിനെ ലോകത്തിൽ ഈ ബന്ധം തന്നെ എന്നും കൂടെ അവിടെ എടുത്ത് സമർത്ഥിക്കുകയാണ്. അപ്പോൾ യേശു പ്രവാചകനും കൂടിയാണ്. അത് അന്നത്തെ ആ യഹൂദ ജനത്തിന് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് കൂടുതലായിട്ട് ലൂക്ക അതിനെപ്പറ്റി കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നത്. ജോസഫിൻ്റെ പുത്രൻ അല്ലെ മറിയത്തിൻ്റെ പുത്രൻ എന്ന് തന്നെ മാത്രമായിട്ട് പറയാൻ പറ്റുകയില്ല. ഇതാണ് ശരിയെന്ന് കാണിക്കുകയാണ് ഇവിടെ. അപ്പം സോളമനെ, അപ്പോൾ സാധാരണ രീതിയിൽ ദാവീദിൻ്റെ പുത്രൻ നമ്മൾ പറയുമ്പോൾ സോളമൻ എന്നാണ് പറയുന്നത്. അത് പക്ഷേ ഇവിടെ നാഥാൻ പ്രവാചകനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ സോളമനേക്കാളും പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നതിൻ്റെ വ്യംഗ്യം ഈ നാഥാനെ എടുത്ത് പ്രവാചകനെ, ദാവീദിന് അടുത്ത് വരേണ്ടുന്നത് അതേ മകൻ പ്രവാചകനായ നാഥാനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പ്രവാചക പരമ്പര ആ തുടർച്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടുന്ന് വരുന്ന ആ വംശാവലി, യേശുവിൻ്റെ വംശാവലി അങ്ങനെ പ്രവാചകരുടെ ഗണത്തിൽ തന്നെ പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ജ്ഞാനസ്നാനത്തിലും കണ്ടത് അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആണ്. അതുപോലെ തന്നെ അവിടെ രൂപാന്തര വേളയിൽ 9-ാം അധ്യായം 28-ാം വാക്യം ലൂക്കായുടെ അവിടെയും കാണിക്കുന്നത്, അവിടെയും പറയുന്നുണ്ട്, എൻ്റെ പ്രിയപുത്രൻ ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ എന്നുള്ള ആ ശരീരം. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതെല്ലാം പ്രത്യേകിച്ച് അപ്പോൾ ഇതെല്ലാം അടുക്കടുക്കായിട്ട് വന്നിരിക്കുകയാണ്. യേശു ദൈവപുത്രനാണ്, ലോകത്തിൻ്റേതല്ല എന്ന് കാണിക്കുന്നു. അപ്പം നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് യേശുവിനെ പരസ്യ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരുക്കമാണ് മരുഭൂമിയിലെ പരീക്ഷ. അത് 3 സുവിശേഷങ്ങളിലും കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ ലഘുവായിട്ടത് കാണിക്കുന്നു. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ വിവരണമുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിലും അതുപോലെ തന്നെ. അപ്പോൾ അത് കാണിക്കുന്നത് ഇത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്നുള്ളതാണ്. ആത്മാവിൻ്റെ ശക്തിയോടുകൂടി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി വിശുദ്ധ തൃത്വം അഭിഷേകം ചെയ്ത് അയക്കുകയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ കൂടെയുണ്ട്. ആ ശരീരയിൽ പറഞ്ഞതുപോലെ തന്നെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. എന്തിനാണ് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് യേശുവിനെ നയിക്കുന്നത്? മരുഭൂമി എന്ന് പറയുമ്പോൾ സാധാരണ ബൈബിളിൽ നമ്മൾ വിജനമായ പ്രദേശം അന്നത്തെ അവരുടെ ഒരു യഹൂദ പാരമ്പര്യം വെച്ച് സെമിറ്റിക് പാരമ്പര്യമൊക്കെ ഇതിലൊക്കെ പറയുന്നത് പിശാചുക്കളുടെ അരൂപികളുടെ വാസസ്ഥലമാണ്. അവിടെ മനുഷ്യർ വസിക്കത്തില്ല. അതുകൊണ്ടാണ് അവിടുത്തെ ഭൂമിക്കും പ്രകൃതിക്കുമൊക്കെ ആ അവസ്ഥ വന്നിട്ടുള്ളത് എന്നാണ്, മരുഭൂമിയായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് അവരുടെ ആ ഒരു വിശ്വാസം, പാരമ്പര്യം ആണ്. അപ്പം മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പോൾ അവിടെ എന്തിനു പറയുന്നത്, അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. നമ്മളിവിടെ അത് ചിന്തിക്കണം. ഇവിടെ 40 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്രായേലിയർ ജനങ്ങൾ ഇത് ചെങ്കടൽ കടന്ന് ആ മരുഭൂമിയിലൂടെ അലഞ്ഞതും 40 വർഷമായിരുന്നു. യേശു ഇവിടെ 40 ദിവസം, അതുപോലെ 40 ദിവസം അവിടെ കഴിഞ്ഞുകൂട്ടി മരുഭൂമിയിൽ. അവർ മരുഭൂമിയിലൂടെ ഇസ്രായേലിയർ 40 വർഷം കടന്നു. അതേ അനുഭവം തന്നെയാണ് ഇവിടെ അവർ അനുഭവിച്ച ആ അനുഭവം ഇവിടെ യേശുവിനും ഉണ്ടായി. അവർക്ക് പലപ്പോഴും പലയിടത്തും വെച്ച് പല പ്രാവശ്യങ്ങളിലും പല തവണയും ദുഷ്ടാരൂപിയുടെ അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രേരണ അവരിലുണ്ടാകുന്നുണ്ടാവും. ലോകത്തിൻ്റെ ആയിട്ടുള്ള ചിന്തകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ യേശുവിനും വരാം. പക്ഷേ യേശുവിനെ അത് ബാധിച്ചില്ല. യേശു
ആ മരുഭൂമിയിൽ അവിടെ പിതാവുമായിട്ടുള്ള ഗാഠമായ ബന്ധത്തിലായിരുന്നു. പിന്നെ എപ്പോഴാണ് പിശാച് പരീക്ഷിക്കാൻ പറ്റും? ഇതെല്ലാം കഴിയുമ്പോഴാണ് മരുഭൂമിയിലേക്ക് അവനെ നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോഴാണ് പിശാച് അടുത്തു കൂടുന്നത്. എന്തിനാ? ക്ഷീണിതനായ യേശുവിനെ, ദൈവപുത്രനെ ഇതോടുകൂടി അതങ്ങ് അവസാനിപ്പിക്കുക. ദൈവപുത്രൻ ആകരുത് എന്ന്, അത് രക്ഷകനാകരുത്, രക്ഷാകര ദൗത്യം. അതിനാണല്ലോ മനുഷ്യ രൂപം എടുത്തത്. മനുഷ്യരുടെ കൂടെ ജീവിച്ച് രക്ഷാകര ദൗത്യം. അവരെ ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിക്കുക, ദൈവരാജ്യം അവരിൽ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് തെറ്റായിട്ട് പറയുന്നത്, ഈ ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ തെറ്റായിട്ട് ഈ ഇടയ്ക്ക് 1-2 വലിയ ജ്ഞാനികളെന്ന് ഭാവിക്കുന്ന 1-2 പേരുണ്ട്. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ യാദൃശ്യമായിട്ട്, എനിക്കങ്ങനെ എപ്പോഴും നോക്കാനൊന്നും ഉള്ള സമയമില്ല, അങ്ങനെ നോക്കാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ സാധാരണ അങ്ങനെ അങ്ങ് ക്രിസ്ത്യാനികളെയൊക്കെ താറടിച്ച് കാണിക്കാനും ഇടിച്ച് താഴ്ത്തി കാണിക്കാനും പരിഹസിക്കാനും നിന്ദിക്കാനും വേണ്ടിയൊക്കെ ഒരു മനുഷ്യൻ അങ്ങനെ പെരുമാറുന്നുണ്ട്. വലിയ ജ്ഞാനിയാണെന്നുള്ളത് ഒന്നും പറഞ്ഞുകൂടാ, വെറും പൊട്ടൻ ആണ്. കാരണം എന്നിട്ട് ഹിന്ദുത്വത്തിൻ്റെ വലിയ അതിൻ്റെ വലിയ മഹത്വവും മഹനീയതയൊക്കെ അങ്ങ് കാണിക്കെടുത്തെഴുതിക്കും. അപ്പം പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ പുസ്തകത്തിലും രാജ്യം മുഴുവൻ കീഴടക്കുക, ലോകങ്ങൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടി കീഴടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ക്രിസ്ത്യാനികളുടെ പുസ്തകത്തിലുമുണ്ട്, ഇങ്ങനെ കിതാബിൽ ഇതുപോലെയൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. ദൈവരാജ്യം എന്ന് പറയുന്ന കർത്താവ് തന്നെ ബൈബിളിൽ തന്നെ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പീലാത്തോസിൻ്റെ മുൻപിൽ വെച്ച് പറയും, എൻ്റെ രാജ്യം ഐഹികമല്ല, മനുഷ്യ ഹൃദയങ്ങളിലാണ് ദൈവരാജ്യം. ഞാൻ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങളൊക്കെ ഇതിനു മുൻപും പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ 1-2 പ്രാവശ്യം ഞാൻ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വിശദമാക്കി ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അതിനെ ശ്രദ്ധിക്കുന്നില്ല. കാരണം അതിന് മറുപടി അർഹിക്കാത്ത ഒരു പൊട്ടൻ വിഡ്ഢി മനുഷ്യരെ പിന്നെ ഞാൻ എന്തുകൊണ്ടും മറുപടി അതിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരും അറിവുള്ളവരും, അതായത് ക്രിസ്തീയ വിശ്വാസികൾ തന്നെ തെറ്റിദ്ധരിച്ച് പോകത്തില്ല ഇതെല്ലാം കേട്ട്. കാരണം വലിയ ആത്മീയ ശക്തിയൊന്നും ഇല്ലാത്തവർ, ആത്മീയതയൊന്നും ഇല്ലാത്തവരൊക്കെ തെറ്റിദ്ധരിച്ചു പോവും. ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ഒക്കെ തന്നെ മറ്റു മതാനുയായികളിൽ തന്നെ നല്ലൊരു പങ്കും യേശുവിനെ മനസ്സിൽ അവർ കൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു സംശയം വന്നു പോകും. ഇങ്ങനെയാണ് ക്രിസ്ത്യാനികളും ഇസ്ലാമിസ്റ്റുകളുടെ പോലെ രാജ്യം കീഴടക്കാൻ വന്നിട്ടുള്ളവരാണ്. ഈ പൊട്ട മനുഷ്യന് വലിയ ആളാണെന്ന് ഭാവിക്കുന്ന മനുഷ്യൻ ഇതുവരെയും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ ഒരൊറ്റ ക്രിസ്ത്യാനി അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെങ്കിലും ഉണ്ടാകുമായിരുന്നു, ഒരു മനുഷ്യജീവി ഉണ്ടാകത്തില്ലായിരുന്നു. അവർ പോയിടത്തെല്ലാം അവർക്ക് പൊളിറ്റിക്സ്, ഭരണം, പണസമ്പാദനം, കച്ചവടം, ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പം അല്ലാതെ വേറെ അവർക്ക് മതം ഒരു ഒന്നുമല്ലായിരുന്നു. അത് മിഷണറിമാരാണ് പ്രവർത്തിച്ചത്. അത് അവർക്ക് സ്വാധീനിക്കാൻ പറ്റാത്ത അവസരത്തിൽ അവരെ താക്കീത് ചെയ്യുന്നുണ്ട് ചരിത്രം പഠിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ബൈബിളിൽ രാജ്യം കീഴടക്കാനും ആരുടെയും ദേശം കീഴടക്കാനും പറയുന്നില്ല. അവരുടെ രാജ്യം, ദേശം, ലോകം എന്നൊക്കെ നിങ്ങൾ കീഴടക്കുക എന്ന് പറയുമ്പോൾ, ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ ചെല്ലുക എന്ന് പറയുമ്പോൾ, അത് മനുഷ്യ ഹൃദയങ്ങളെയാണ്. മനുഷ്യ ഹൃദയങ്ങളിലെ പരിവർത്തനം ഉണ്ടാക്കണം. ഈ വെളിച്ചം, സുവിശേഷ വെളിച്ചം അവരുടെ ഹൃദയങ്ങൾ, എല്ലാ ജനതകളുടെയും ഹൃദയങ്ങളിൽ എത്തണം. അതിനാണ് യേശു ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അത് വാഗ്ദാനമായിരുന്നു. ആ ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ 3-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ വാഗ്ദാനമായിരുന്നു, തെറ്റ് ചെയ്ത പാപം മൂലം പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യർക്ക് തിരിച്ചു വരാൻ, പർദീസ പ്രവേശനം സാധ്യമാക്കാനായിട്ട് ഇങ്ങനെ ഒരു രക്ഷാകര പദ്ധതി വിഭാവനം ചെയ്തതായിരുന്നു വിശുദ്ധ തൃത്വം തന്നെ. അത് യേശുവാണ് അപ്പോഴുണ്ട്. വിശുദ്ധ തൃത്വം എന്ന് പറയുമ്പോൾ യേശുവുണ്ട്, ആ കൂട്ടത്തിലാണ് അപ്പോഴുണ്ട്.
അല്ലാതെ ഇങ്ങനെയുള്ള പൊട്ടത്തരമൊന്നും പറയും. ഇതൊക്കെ മോഹൻ ഭാഗവതും സുദർശൻ അതിനു മുൻപ് ഈ RSSൻ്റെ സർസംഘ് ചാലക്കിൽ ആയ പ്രധാനികളായിരുന്നു സുദർശൻ. അദ്ദേഹം ഇതുപോലെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ അത് വന്ന് ഞാൻ കൗമുദി പേപ്പറിൽ നിന്നാണ് വായിച്ചത്. ഇനി അടുത്ത ഈ ഇപ്പം മോഹൻ ഭാഗവതും പറഞ്ഞിട്ടുണ്ട്. അതേത് ഓച്ചുകൂടെ പിടിച്ചാണ് ഈ മനുഷ്യൻ ഇപ്പം കൊട്ടി ഘോഷിച്ചുകൊണ്ട് വരുന്നത് ഫേസ്ബുക്കിലൂടെ. അദ്ദേഹത്തിന് ഇതേ ഉള്ളു ജോലി, വേറെ ഒന്നും അദ്ദേഹത്തിനില്ല. ഹിന്ദു മതം അതൊക്കെ ഞാൻ അദ്ദേഹത്തിന് ശരിക്കും ഒരു മണിക്കൂർ ഒരു വീഡിയോ ഞാൻ പലപ്പോഴായിട്ട് 2 പ്രാവശ്യമായിട്ട് ചെയ്തു കൊടുത്തിരുന്നു. ഇവിടെ ഹിന്ദു മതം കൊണ്ടൊരു മതവും ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ കൊടുത്തിരുന്നു. ഇപ്പം പലരും അത് ഏറ്റുപിടിച്ച് പറയുന്നുണ്ട്. അതിലെനിക്ക് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അത് മതമെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നലെ 24-ൽ ഒരു സംവാദം ഉണ്ടായിരുന്നു. കുറച്ച് പഠിക്കുന്ന സ്റ്റുഡൻസ്, കോളേജ് വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവരും കുറച്ച് ഈ മത പ്രതിനിധികളും രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാം കൂടെ ചേർന്നുള്ള സംവാദം. അപ്പോൾ അതിൽ അവരൊക്കെ ഭംഗിയായിട്ട് പിള്ളേരൊക്കെ സ്റ്റുഡൻസ് നല്ലപോലെ അത് പറയുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷം തോന്നി. കാരണം ഹിന്ദു മതമെന്ന് പറയുമ്പോൾ ഒരു മതമല്ല, അങ്ങനെ ഒരു മതമില്ല. ഒരു പ്രദേശത്തെയാണ് ഹിന്ദ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ താമസിക്കുന്ന ജനങ്ങളെല്ലാം ഹിന്ദു ജനതയല്ല. പിന്നെ ഹിന്ദുക്കൾ എന്ന് വന്നത് ബ്രിട്ടീഷുകാർ 1800-കൾക്ക് ഒക്കെ ശേഷമാണ് അങ്ങനെ ഒരു സംജ്ഞ അവരുടെ ഇടയിൽ വന്ന മതത്തിൻ്റെ ആയിട്ട് മാറിയത്. കാരണം അവർക്ക് ഏത് മതത്തിൽ പെടുന്നു, ഇവരൊക്കെ ബുദ്ധനും ജൈനനും ക്രിസ്ത്യാനിക്കും എല്ലാം മതമുണ്ട്, ഇവർക്കൊരു മതം വേണ്ടേ. അപ്പോൾ അതിന് മുഴുവൻ ദേശത്തിന് ഹിന്ദു ജനത, ആ ഹിന്ദു മതം, അവരുടെ റിലീജിയൻ ഹിന്ദു എന്ന് എഴുതി ചേർത്ത്. അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ്, അറിയാവുന്നവരാ. എന്നിട്ടിപ്പോൾ ഒന്നും അറിയാൻ വയ്യാത്ത പാവപ്പെട്ടവരെ, ഇതര മതസ്ഥരെ അവരെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി ഈ മനുഷ്യൻ മറ്റ് ഹിന്ദു മതങ്ങളെല്ലാം അങ്ങ് ഇളക്കി പിടിയാണ്. ഇപ്പം വെള്ളാപ്പള്ളി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളാപ്പള്ളി എങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്, ഇപ്പോൾ സുകുമാരൻ നായരുടെ കൂടെ കൂടി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ കൂടെ കൂടി ഒരു ബഹളത്തിനിറങ്ങാമെന്നൊക്കെ വിചാരിക്കുക. സുകുമാരൻ നായരെയും കൂടെ നാറ്റിക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ അത് മനസ്സിലായി, അങ്ങനെ അത് നിർത്തി. കാരണം വെള്ളാപ്പള്ളിക്ക് അതിനുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നവരാരായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ തള്ളി അവരുടെ വഴിക്ക് പോകും. കാരണം ഇദ്ദേഹത്തെ കൂട്ടാൻ പറ്റത്തില്ല, ഇദ്ദേഹത്തിന് നാക്കടങ്ങിയിരിക്കത്തില്ല. അതുപോലെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു മനുഷ്യന് ഫേസ്ബുക്കിൽ ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ചെയ്യുന്ന ഒരു നായർ സമുദായത്തിൽപ്പെട്ട എത്രയോ നല്ല മനുഷ്യരാണ് അവർ പറയുന്നവർ. ഇദ്ദേഹം ഇങ്ങനെയുള്ള ഒരു തീവ്രവാദിയല്ല, ഏതാണ്ട് ഒരു ക്രിമികളിയുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം ഇതിനല്ലാതെ ചുമ്മാതിരിക്കാൻ വയ്യ. അതുപോലെയാണ് ഈ വെള്ളാപ്പള്ളിയും നാക്കിനെ പറഞ്ഞു പോവുകയാണ് ഒരു സമുദായത്തെ മുഴുവൻ ചൊൽപ്പടിക്കുന്നത്, തൻ്റെ കുടുംബത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി ചൊൽപ്പടിക്ക് എങ്ങനെ നിർത്താമെന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ആവശ്യങ്ങൾക്കൊക്കെ മാത്രമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അവരുടെ സമ്പത്തുകളും അവരുടെ ബലവും എല്ലാം. ഇത്രയും മോശപ്പെട്ട മനുഷ്യൻ്റെ കൂടെ ഏതായാലും സുകുമാരൻ നായർ നേരത്തെ അദ്ദേഹം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം കൂടെ നാറിപ്പോയി. അദ്ദേഹത്തിൻ്റെ വായ അടങ്ങിയിരിക്കത്തില്ല, തുറന്നാൽ കൊള്ളരുതാഴികളെ വരുത്തുള്ളൂ, വിഡ്ഢിത്തങ്ങളും വങ്കത്തരങ്ങളും ഒക്കെ വരികയുള്ളൂ, ബ്ലണ്ടറുകൾ. അപ്പം ഞാനിവിടെ പറഞ്ഞു വന്ന സന്ദർഭവശാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ മറ്റ് വിശ്വാസികൾ ഇത് തെറ്റിദ്ധരിക്കും, ഇതര മതസ്ഥരെല്ലാം തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ വായാടിത്തരം കൊണ്ട്, ഈ വെള്ളാപ്പള്ളിയുടെ. അതുപോലെ തന്നെ ആയിപ്പോകും എല്ലാവരും, മറ്റു ജനങ്ങളും അങ്ങനെ ചിന്തിച്ചു പോകും. ആ ഒരു സമുദായം മുഴുവൻ നശിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്, സംസ്കാരം മുഴുവൻ നശിപ്പിക്കുകയാണ്. നാരായണ ഗുരുവും ഇദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളുമായിട്ട് പ്രവർത്തനമായിട്ട് യാതൊരു ബന്ധവുമില്ല, കുലബന്ധം പോലും ഇല്ല. നാരായണ ഗുരു അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിനൊക്കെ നേരെ വിപരീതമായിട്ടുണ്ട്, ജസ്റ്റ് ഓപ്പോസിറ്റാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങളെ ചിലതൊക്കെ ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരും, ആളുകൾക്ക് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ. അതുകൊണ്ട് നമുക്കത് 4-ാം അധ്യായം മരുഭൂമിയിലെ പരീക്ഷ യേശുവിൻ്റെ, അത് നമ്മൾ പരീക്ഷണം, പ്രലോഭനങ്ങൾ, അതെങ്ങനെ ജയിക്കണം എന്നൊക്കെ ഉള്ളതാണ് അവിടെ കാണിക്കുന്നത്. അനുവാചകർക്ക് അത് മനസ്സിലാക്കണം, ലോക ജനതയ്ക്ക് മനസ്സിലാകണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ
നമ്മൾക്കത് ഭംഗിയായിട്ട് വിവരിക്കാം. അതിനെ കുറച്ച് വിശദമായിട്ട് വിവരിക്കേണ്ട കാര്യമുണ്ട് ആ 4 പരീക്ഷണങ്ങളും. പ്രിയപ്പെട്ടവരെ, ഇത് വിശദമായിട്ട് കേൾക്കുകയും മുഴുവനായിട്ട് കേൾക്കുകയും മറ്റുള്ളവർക്കിത് അയച്ചു കൊടുക്കുകയും ഷെയർ ചെയ്യുകയും അത് യൂട്യൂബിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ചാനൽ ദി റിയൽ വേ എന്നാണ്. അതിൻ്റെ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡിയാണ് തോമസ് മീനത്തേതിൽ നടത്തുന്നത്. അത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ ചാനൽ ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ എൻ്റെ ചാനലിൻ്റെ എല്ലാ വിവരങ്ങളും കിട്ടും. എല്ലാ വീഡിയോകളുടെയും ഷോർട്ട്സും വലുതായിട്ടുള്ള എല്ലാ വീഡിയോകളും അതൊരു ലിസ്റ്റ് കിട്ടും. അതനുസരിച്ച് നിങ്ങൾക്ക് ആദ്യം മുതലെല്ലാം കേൾക്കാം. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ നോയമ്പുകാല ചിന്തകൾ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതാണ്. 15 വീഡിയോ ഈസ്റ്ററും കൂടെ ഉൾപ്പെടുത്തി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഈ കാലത്ത് നോക്കി അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവർക്കും അറിയിക്കുന്നതും ആ നോയമ്പുകാല ചിന്തകൾ ധ്യാനിക്കാനും എല്ലാം സാധിക്കാൻ അനുഗ്രഹപ്രദമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ.